ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് പലതരത്തിലുള്ള ഡിഫറെൻറ്റ് മാട്രസ് ബ്രാൻഡുകളാണ് കേട്ടോ. ഓരോ റൂമിലും ഓരോ തരത്തിലുള്ള മാട്രസ് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനുള്ളൊരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. മുൻപേയുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ എമ മാട്രസും അതുപോലെ തന്നെ സ്ലീപ്പ് കമ്പനി അങ്ങനെ ഒരുപാടധികം മാട്രസ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വേക്ക് ഫിറ്റിൻ്റെ മാട്രസ് ആണ് കേട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്സ് ആൻഡ് ഓർത്തോപെഡിക് ക്ലാസിക് മെമ്മറി ഫോം മാട്രസ് എന്ന് പറയുന്ന ഈ ഒരു വേക്ക് ഫിറ്റിൻ്റെ മാട്രസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു മാട്രസ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരുപാടധികം റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. മാത്രമല്ല ഈ ഒരു മാട്രസിന് ഏകദേശം നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ. റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാട്രസ് ബ്രാൻഡുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ റിവ്യൂസ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്രാൻഡിനാണ്, വേക്ക് ഫിറ്റിനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വേക്ക് ഫിറ്റ് വെച്ചിട്ട് മറ്റ് മാട്രസുകളുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കേജിങ്ങിലായിരിക്കും കിട്ടുന്നത്. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വാക്വം പാക്കേജിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മുറിച്ച് നമ്മൾ തുറന്നിട്ടതിന് ശേഷം കുറച്ച് സമയം കഴിയുന്ന സമയത്താണ് ഇത് ഫുള്ളി ആ ഒരു എയറൊക്കെ കയറിയിട്ട് വലുതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സും അതുപോലെ തന്നെ ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ വളരെയധികം ഈസി തന്നെയാണ്. മറ്റ് മാട്രസുകളിലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വാക്വം പാക്കേജിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും വിലയും കാര്യങ്ങളൊക്കെ നോക്കാം. അതിനു മുന്നേ നമുക്ക് ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അത് തന്നെ വേക്ക് ഫിറ്റിൻ്റെ ഈ ഒരു ക്ലാസിക് മെമ്മറി ഫോം മാട്രസ് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് എമ മാട്രസിൻ്റെ എമ ബ്ലാക്ക് മാട്രസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലോയുടെ ഫ്ലോ മാട്രസ് ഓർത്തോ എന്ന് പറയുന്ന മാട്രസ് ആഡ് ചെയ്യുന്നുണ്ട്. സ്ലീപ്പി ഹെഡിൻ്റെ ഒറിജിനൽ 3 ലെയേർഡ് ബോഡി ഐക്യു ഓർത്തോപെഡിക് മെമ്മറി ഫോം മാട്രസ് ആഡ് ചെയ്യുന്നുണ്ട്. ഡ്യൂറോഫ്ലെക്സിൻ്റെ ലിവിൻ ഓർത്തോപെഡിക് മെമ്മറി ഫോം മാട്രസ് ആഡ് ചെയ്യുന്നുണ്ട്. സ്ലീപ്പ് കാറ്റിൻ്റെ ഹൈബ്രിഡ് ലാറ്റക്സ് മാട്രസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് ദ സ്ലീപ്പ് കമ്പനിയുടെ സ്മാർട്ട് ഓർത്തോ മാട്രസും ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഈ ഒരു മാട്രസുകളുടെ എല്ലാം വില നമുക്കൊന്ന് പരിചയപ്പെടാം. വേക്ക് ഫിറ്റിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 12,399 രൂപയാണ്. എമ ബ്ലാക്ക് മാട്രസ് വരുന്നത് 21,998 രൂപയാണ്. ഫ്ലോ മാട്രസ് വരുന്നത് 14,568 രൂപയാണ്. ഇനി ഓർത്തോപെഡിക് മെമ്മറി ഫോം വരുന്ന സ്ലീപ്പി ഹെഡിൻ്റെ മാട്രസ് വരുന്നത് 17,599 രൂപയാണ്. ഡ്യൂറോഫ്ലെക്സിൻ്റെ ഓർത്തോപെഡിക് മെമ്മറി ഫോം മാട്രസ് വരുന്നത് 19,499 രൂപയ്ക്കാണ്. സ്ലീപ്പി കാറ്റിൻ്റെ ആണെങ്കിൽ ഹൈബ്രിഡ് ലാറ്റക്സ് മാട്രസ് വരുന്നത് 16,999 രൂപയ്ക്കാണ്. സ്ലീപ്പ് കമ്പനിയുടെ സ്മാർട്ട് ഓർത്തോ മാട്രസ് വരുന്നത് 24,730 രൂപയ്ക്കാണ്. ഓരോ മെത്തയ്ക്കും അതിൻ്റേതായിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതികളുണ്ട്. അതായത് ആ മെത്ത എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത് പറയും. അപ്പോൾ ആദ്യം തന്നെ വേക്ക് ഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്യുവർ മെമ്മറി ഫോം മാട്രസ് ആണിത്. അതായത് പ്യുവർ മെമ്മറി ഫോം ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എമ മാട്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ മെമ്മറി ഫോം കൊണ്ടാണ് ആ ഒരു ബ്ലാക്ക് മാട്രസ് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്ലോ മാട്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പോളിയൂറിത്തൈൻ ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മാട്രസ് ഉള്ളത് കേട്ടോ, അല്ലെങ്കിൽ PU ഫോം എന്നൊക്കെ പറയും. സ്ലീപ്പി ഹെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മെമ്മറി ഫോം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെത്തയും നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഡ്യൂറോഫ്ലെക്സിൻ്റെ ലിവിൻ ഓർത്തോപെഡിക് മെമ്മറി ഫോം മാട്രസ് ആണെങ്കിൽ അതും മെമ്മറി ഫോം തന്നെയാണ്. സ്ലീപ്പി കാറ്റിൻ്റെ ഹൈബ്രിഡ് ലാറ്റക്സ് മാട്രസ് ലാറ്റക്സ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. പിന്നെ ദ സ്ലീപ്പ് കമ്പനിയുടെ സ്മാർട്ട് ഓർത്തോ മാട്രസ് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംഭവം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓർത്തോ ഫോമും അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കസ്റ്റമൈസേഷൻ ഓപ്ഷനാണ്. ഓരോ മെത്തയ്ക്കും ഓരോരോ സൈസുകളുണ്ട്. അതായത് ഇപ്പോൾ കിങ് സൈസ്, ക്യൂൻ സൈസ്, അതിലൊരു സ്റ്റാൻഡേർഡ് സൈസും ഉണ്ടായിരിക്കും. 72x72 അങ്ങനെ ഒരുപാട് സൈസുകളുണ്ടായിരിക്കും. ഇതിൽ പുറമെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് നമ്മളൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടൊരു കട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ആ രീതിയിൽ മെത്ത തരാൻ ക്യാപ്പബിൾ ആയിട്ടുള്ളത് ഇതിൽ വേക്ക് ഫിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ബാക്കി ഒരു ബ്രാൻഡുകൾക്കും ആ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലേയേഴ്സ് ആണ്. ഓരോ മെത്തയ്ക്കും ഓരോ തരത്തിലുള്ള ലേയേഴ്സ് ഉണ്ട്, പല പല ലേയേഴ്സ് കാണും. ഇതിൽ വേക്ക് ഫിറ്റിൽ വന്നു കഴിഞ്ഞാൽ 3 ലേയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. എമ മാട്രസിൽ 4 എണ്ണം ഉണ്ട്, ഫ്ലോ മാട്രസിൽ 3 എണ്ണം ഉണ്ട്, സ്ലീപ്പി ഹെഡിൽ 3 എണ്ണം ഉണ്ട്, ഡ്യൂറോഫ്ലെക്സിൽ 5 എണ്ണം ഉണ്ട്, സ്ലീപ്പി കാറ്റിൽ 5 എണ്ണം ഉണ്ട്, ഇത് സ്ലീപ്പ് കമ്പനിയിൽ 5 എണ്ണം ഉണ്ട്. ഇനി ഈ ബ്രാൻഡുകളുടെ എല്ലാം ഫേംനെസ് ലെവൽ നമുക്ക് നോക്കാം. ഫേംനെസ് ലെവൽ എല്ലാ ബ്രാൻഡുകൾക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള എല്ലാ ബ്രാൻഡുകൾക്കും മീഡിയം ഫേംനെസ് ആണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്. ഓരോ മെത്തകൾക്കും ഓരോ തരത്തിലുള്ള ടെക്നോളജിയും അതുപോലെ തന്നെ ഓരോരോ തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത് നോക്കാം. വേക്ക് ഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. പ്യുവർ മെമ്മറി ഫോമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. എമ മാട്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ജർമ്മനിയിൽ നിന്നാണെന്നാണ് പറയുന്നത്. യൂറോപ്പിൽ തന്നെ ബെസ്റ്റ് മാട്രസ് എന്ന് പറയുന്നു. ഫ്ലോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അലോവേറ ജെൽ ഇൻഫ്യൂസ്ഡ് കവറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ലീപ്പി ഹെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറോ പാർട്ട്ണർ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്തുണ്ട് കേട്ടോ. അടുത്ത് കിടക്കുന്ന ആൾ പോലും അറിയില്ലെന്നാണ് അവർ പറയുന്നത്. ഡ്യൂറോഫ്ലെക്സിലും സ്ലീപ്പി കാറ്റിലും പ്രത്യേകിച്ച് അങ്ങനത്തെ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ദ സ്ലീപ്പ് കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി അവർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്.
ഒരു അഴി പോലത്തെ ഒരു സംഭവം. ഞാനിതിന് മുന്നേ വീഡിയോകളിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിവ്യൂ സെഷനിലേക്ക് കിടക്കാം. റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരവരുടെ വെബ്സൈറ്റുകളിൽ തന്നെ എത്രത്തോളം റിവ്യൂ ഉണ്ട് നമുക്ക് നോക്കാം. അത് തന്നെ വേക്ക്ഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2,50,000 റിവ്യൂ ഉണ്ട്. അതിന് ആവറേജ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് 4.1 ആണ്. എമ മാട്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ 20,375 റിവ്യൂ ഉണ്ട്. ആവറേജ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് 4.6 ആണ്. ഫ്ലോ മാട്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ 8,241 റിവ്യൂ ഉണ്ട്. ആവറേജ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് 4.4 ആണ്. സ്ലീപ്പി ഹെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2,134 റിവ്യൂസ് കാണാൻ പറ്റും. അതിൽ ആവറേജ് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് 4 ആണ്. ഇനി ഡ്യൂറോഫ്ലെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 2,684 റിവ്യൂസ് ഉണ്ട്. ആവറേജ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് 5 ആണ്. സ്ലീപ്പി കാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2,486 ആവറേജ് റേറ്റിംഗ് ഉണ്ട്. 4.8 ആണ്. സ്ലീപ്പ് കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 17,839 റിവ്യൂസ് ഉണ്ട്. ആവറേജ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് 4.5 ആണ്. നമുക്കിപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റുകളിൽ തന്നെയുള്ള റേറ്റിംഗ് ആണ്. ഇനി നമുക്ക് ഇതിന് പുറമേ നോക്കാം. അതായത് മറ്റ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ പോലുള്ള വെബ്സൈറ്റുകളിൽ എത്രത്തോളം റിവ്യൂസും അതിൻ്റെ റേറ്റിംഗും എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അവരവരുടെ വെബ്സൈറ്റ് ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി മറ്റ് മാർക്കറ്റ് പ്ലേസിൽ നോക്കിക്കഴിഞ്ഞാൽ വേക്ക്ഫിറ്റിന് 82,962 ഉണ്ട്. അതിൽ ആവറേജ് റേറ്റിംഗ് വരുന്നത് 4.4 ആണ്. എമ മാട്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ 8,467 റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആവറേജ് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് 4.1 ആണ്. ഫ്ലോ മാട്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2,764 റിവ്യൂസ് ഉണ്ട്. അതിൽ ആവറേജ് റേറ്റിംഗ് വരുന്നത് 4.3 ആണ്. സ്ലീപ്പി ഹെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 27,749 റിവ്യൂസ് ഉണ്ട്. ആവറേജ് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് 4.3 ആണ്. ഡ്യൂറോഫ്ലെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 7,970 റിവ്യൂസ് ഉണ്ട്. 4.2 ആണ് ആവറേജ് റേറ്റിംഗ്. സ്ലീപ്പി കാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 1,476 റിവ്യൂസ് ഉണ്ട്. ആവറേജ് റേറ്റിംഗ് 4.3 ആണ്. ദ സ്ലീപ്പ് കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4,792 റിവ്യൂസ് ഉണ്ട്. ആവറേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 4.4 ആണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഇവരുടെ ഓഫ്ലൈൻ സ്റ്റോഴ്സിൻ്റെ അവൈലബിലിറ്റിയാണ്. ഓഫ്ലൈൻ സ്റ്റോഴ്സിൻ്റെ അവൈലബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ നമുക്ക് മാട്രസിന് എന്തെങ്കിലും ഇഷ്യൂ വരികയോ അല്ലെങ്കിൽ മാട്രസ് നമുക്ക് തിരിച്ചു കൊടുത്ത് റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഓഫ്ലൈൻ സ്റ്റോഴ്സ് ഉള്ളത് വേക്ക്ഫിറ്റിനും അതുപോലെ തന്നെ സ്ലീപ്പി കാറ്റിനും ഡ്യൂറോഫ്ലെക്സിനും ദ സ്ലീപ്പ് കമ്പനിക്കും മാത്രമാണുള്ളത്. ബാക്കി ഒരു കമ്പനികൾക്കും ഓഫ്ലൈൻ സ്റ്റോഴ്സ് ഇല്ല. അതിൽ തന്നെ വേക്ക്ഫിറ്റിന് 97 ഓഫ്ലൈൻ സ്റ്റോറുകളുണ്ട്. അതുപോലെ തന്നെ ഡ്യൂറോഫ്ലെക്സിന് 250 സ്റ്റോറുകളുണ്ട്. സ്ലീപ്പി കാറ്റിന് 25 സ്റ്റോറുകളുണ്ട്. ദ സ്ലീപ്പ് കമ്പനിക്ക് 100 സ്റ്റോറുകളുണ്ട്. ഓവറോൾ ഈ ഒരു ടേബിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും നല്ല റേറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം വരുന്നത് വേക്ക്ഫിറ്റിൻ്റെ മാട്രസ് ആണ് കേട്ടോ. റേറ്റിംഗ്സ് എന്ന് പറയുന്ന ഓവർ ദ റൂഫാണ്. അതായത് അവരുടെ വെബ്സൈറ്റ് ആണെങ്കിലും പുറത്തുള്ള മാർക്കറ്റ് പ്ലേസ് ആണെങ്കിലും നല്ല റേറ്റിംഗ്സ് ഈ ഒരു മാട്രസിന് കാണാൻ പറ്റും. മിക്കതും പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ്. പ്രൈസിൻ്റെ കാര്യവും എടുത്തു പറയേണ്ടതാണ്. ക്വാളിറ്റിയും അതുപോലെ തന്നെ വാല്യൂ ഫോർ മണിയും വേക്ക്ഫിറ്റിൻ്റെ മാട്രസ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ അഫോർഡബിലിറ്റി ഓപ്ഷനും വേക്ക്ഫിറ്റിൻ്റെ തന്നെയാണ്. പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതും പ്യുവർ മെമ്മറി ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയും കംഫർട്ടും ഇതിനകത്ത് കൂടുതലാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കസ്റ്റമൈസേഷൻ ഓപ്ഷനാണ്. അതായത് നമുക്ക് കസ്റ്റമായിട്ടൊരു കോട്ട് ഉണ്ടെങ്കിൽ, അതായത് അല്ലെങ്കിൽ ഒരു കട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ ബെഡ് ഈ ഒരു വേക്ക്ഫിറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. മറ്റ് ബ്രാൻഡുകളൊന്നും അത് ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അവൈലബിലിറ്റിയുടെ കാര്യവും പറയണം. അതായത് വേക്ക്ഫിറ്റ് നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിലും സ്റ്റോറിലാണെങ്കിലും വാങ്ങിക്കാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റോറിൽ പോയിട്ട് പരിഹരിക്കാം, വാറൻറ്റി ക്ലെയിം ചെയ്യാം. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഓഫ്ലൈൻ സ്റ്റോറുള്ള ബ്രാൻഡുകളിലും ചെയ്യാൻ പറ്റും. ആ ഒരു ഓഫ്ലൈൻ സ്റ്റോർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡ്യൂറോഫ്ലെക്സിലും സ്ലീപ്പി കാറ്റിലും ദ സ്ലീപ്പ് കമ്പനിയിലും കൂടെ കിട്ടുന്നുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഒരു അഫോർഡബിലിറ്റി ഓപ്ഷൻ അതുപോലെ തന്നെ നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ വേക്ക്ഫിറ്റ് ആയിരിക്കും ബെറ്റർ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ ബൈ.